ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട് പണി എന്തായി ഇവിടം വരെ എന്നൊക്കെ പലരും കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മീഷോയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ഐറ്റം കാണാം. ഇതൊരു ജൂട്ട് ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഒരു സെറ്റിൽ തന്നെ 3 വരുന്നത്. ഇതിൻ്റെ ഒരു 3-4 കളർ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നല്ലൊരു ഓർഗനൈസർ ആണ്. നമുക്ക് ബെഡ് സൈഡിലും അതുപോലെ തന്നെ വാർഡ്രോബിൽ അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ ആണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ബെഡ് സൈഡിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തത് ഈ 2 ബൗളാണ്. ഇത് ഞാൻ ആലുവയിലുള്ള DIY എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ഷേപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രിൻറ്റും ഷേപ്പൊക്കെ കണ്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു സിങ്ക് ഓർഗനൈസറാണ്. കിച്ചൺ സിങ്ക് ഓർഗനൈസറാണ്. ഇത് നമുക്ക് ഹാൻഡ് വാഷ് ലിക്വിഡും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടവൽ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹാങ്ങർ കൂടി ഇത് വരുന്നുണ്ട്. ഇത് നമുക്ക് കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ്. ഞാനിതിപ്പോൾ കിച്ചൺ സിങ്കിലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു സ്പൂൺ റെസ്റ്റ് ആണ്. നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വരുന്നത്. ഈ സ്പൂൺ റെസ്റ്റ് സെറാമിക്കിൻ്റെ ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ ഇത്. പിന്നെ ഇത് 2 സ്പൂണാണ്. അതായത് ഗോൾഡൻ കളറിലാണ് വരുന്നത്. എൻ്റെ ഹാൻഡിൽ നല്ലൊരു സിൽവർ കളറിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ DIY എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കിച്ചൺ ടവലാണ്. പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടവലാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും വൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തുടച്ച് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ടൻ്റെ കിച്ചൺ ടവലാണ്. ഇത് ഒരു പാക്കിൽ തന്നെ 5 കേട്ടോ ഇത് വരുന്നത്. പല കളറിൽ 5 ഇത് വരുന്നത്. ഇത് മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ടവലാണ്. നമുക്ക് കിച്ചണിലേക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ DIY എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്രീം കളറാണ് ഇത് വരുന്നത്. നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ വാർഡ്രോബിലോ അല്ലെങ്കിൽ ടേബിളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാസ്ക്കറ്റാണ്. ഫുഡ് ബാസ്ക്കറ്റായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതൊരു നൈഫ് ഹോൾഡറാണ്. മാഗ്നറ്റിക്കിൻ്റെ നൈഫ് ഹോൾഡറാണ്. ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് 2 ഹോൾസ് വരുന്നുണ്ട് പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് നൈഫ് വെക്കാനും അതല്ലെങ്കിൽ നമുക്ക് കീയും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇത്. പിന്നെ ഇതൊരു സ്റ്റീലിൻ്റെ ഫണലാണ്. ഇത് നമുക്ക് ചെറിയ വട്ടമുള്ള ജാറിലൊക്കെ ഇതുപോലെ ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫണലാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ആണ്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മൾട്ടിപർപ്പസ് ട്രേ ആണ്. ഇത് നമുക്ക് ടീ ട്രേ ആയിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓയിൽ ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും മഗ് ഹോൾഡറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രേ ആണ് കേട്ടോ ഇത്. നമുക്ക് കിച്ചണിലും അല്ലെങ്കിൽ നമുക്ക് റൂമിലോ വാഷ്റൂമിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് വുഡനാണ് കേട്ടോ വരുന്നത്. ഇത് എയർ ഫ്രയർ പോട്ടാണ് കേട്ടോ. 6 ഇത് വരുന്നത്. 3 ലാർജ് വരുന്നുണ്ട്, 3 സ്മോളാണ് കേട്ടോ വരുന്നത്. നമുക്കിത് എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കട്ട്ലറ്റ്, സമൂസ അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പോട്ടാണ്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. സിലിക്കോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. ഡിഷ് വാഷർ സേഫാണ്. ഇത് കിച്ചൺ പ്രിൻ്റഡ് ടിഷ്യൂ ആണ് കേട്ടോ. ഇത് റീയൂസബിൾ ആണ്, അതുപോലെ തന്നെ വാഷബിളും ആണ്. ഓയിലും അബ്സോർബ് ചെയ്യുന്ന നല്ലൊരു ടിഷ്യൂ ആണ് കേട്ടോ ഇത്. വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്ന ഒരു ടിഷ്യൂ ആണ് കേട്ടോ ഇത്. ഇത് സ്റ്റിക്കേഴ്സ് ആണ്. അതായത് നമ്മുടെ കിച്ചൺ ജാറിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ലേബലാണ്. വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് പെൻസിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത്.
ഒരു പാക്കിൽ തന്നെ 70 സ്റ്റിക്കേഴ്സാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ജാറിലൊക്കെ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു വെജിറ്റബിൾ കട്ടറാണ്. നമുക്ക് സ്ലൈസറായിട്ടും ചോപ്പറായിട്ടും അതുപോലെ ഗ്രേറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിപ്സൊക്കെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഓണിയൻ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ നമ്മുടെ കൈയൊക്കെ മുറിയാതൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഇതൊരു ലൈറ്ററാണ്, ഗ്യാസ് ലൈറ്ററാണ്, ഇലക്ട്രിക് ലൈറ്ററാണ്, റീചാർജബിൾ ആണ്, അതുപോലെ തന്നെ മൾട്ടി ഫങ്ഷണൽ ലൈറ്ററാണ് കേട്ടോ. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലൈറ്ററാണ്. ഇത് നമ്മുടെ സ്റ്റവും ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലീനിങ് ബ്രഷാണ്. ഒരു സെറ്റിൽ തന്നെ 3 വരുന്നത്. ഇത് 3 ഉപയോഗമാണ് കേട്ടോ വരുന്നത്. അതായത് ഒരു ബ്രഷ് ബ്രാസും പിന്നെ ഒരെണ്ണം നൈലോണും പിന്നെ മെറ്റലും ആണ് കേട്ടോ വരുന്നത്. ഇതൊരു വിൻഡോ ഗ്രൂ ഫ്രെയിം ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇത് കിച്ചൺ സിങ്കിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ കുക്ക് ടോപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ബ്രഷ് കൂടി കോംബോ ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, ലാപ്ടോപ്പിൻ്റെ ബട്ടൺ അങ്ങനെയുള്ള ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു സെറാമിക്കിൻ്റെ ഡെക്കറേറ്റാണ്. ഇത് 2 ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഒരു സെറ്റിൽ തന്നെ ഇതുപോലെ 2 പ്രൊഡക്റ്റാണ് കേട്ടോ വരുന്നത്. ഒന്ന് റൗണ്ടും ഒന്ന് സ്ക്വയറാണ് വരുന്നത്. നല്ല ക്ലാസി ലുക്കാണ് കേട്ടോ ഇത് വരുന്നത്. അടുത്തതും ഒരു ഡെക്കറേറ്റാണ്. പ്രീമിയം ലുക്കാണ് കേട്ടോ ഇതിന്. സെറാമിക്കിൻ്റെ ആണ് വരുന്നത്. ടേബിൾ വൈസ് ആണ്. എസ് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ഇതും ഒരു ഡെക്കറേറ്റം തന്നെയാണ്. ടേബിൾ വേസ് ആണ്, സെറാമിക്കിൻ്റെ തന്നെയാണ്. ട്രെൻഡി ആയിട്ടുള്ള നല്ലൊരു വേസ് ആണ്. അടുത്തത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. 3 പീസാണ് കേട്ടോ വരുന്നത്. നല്ല ഫ്ലഫി ആയിട്ടുള്ളതാണ്. ഇതൊരു ഗോൾഡൻ മെറ്റൽ ലാൻറ്റേൺ ആണ്. സെറ്റ് ഓഫ് 2 ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്. അതുപോലെ ഇതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു റീഡ് ഡിഫ്യൂസറാണ്. ഫ്രാഗ്രൻസ് റീഡ് ഡിഫ്യൂസറാണ് കേട്ടോ. ഇത് വാനില ഫ്ലേവറാണ് വരുന്നത്. ബോട്ടിലിന് സ്റ്റോപ്പർ ഉണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ റീഡ്സ് നമ്മൾ അകത്തേക്ക് വെക്കും. ഇതിനകത്തൊരു ഫ്രാഗ്രൻസ് ഓയിലാണ് വരുന്നത്. അപ്പോൾ വാനില ഫ്ലേവറാണ്. അപ്പോൾ റീഡ്സ് അകത്ത് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് റീഡ്സ് സോക്കാവും. അപ്പോൾ സ്റ്റിക്ക് ഓയിലിൻ്റെ സ്മെല്ല് വലിച്ചെടുക്കും. ആ സമയത്താണ് ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റൂമുകളിലൊക്കെയാണ് ഇത് വെക്കുന്നത്. ചെറിയ ഏരിയയിലേക്ക് അവിടേക്കാണ് കേട്ടോ ഇത് പ്ലേസ് ചെയ്യുന്നത്. ഇത് ക്യാൻഡിൽ ഹോൾഡറാണ്. റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. പോൾക്കാ ഡോട്ടാണ് ഡിസൈൻ വരുന്നത്. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ LED ടീ ലൈറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 6 പീസിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതും ഒരു ക്യാൻഡിൽ ഹോൾഡർ തന്നെയാണ്. സെറ്റ് ഓഫ് 6 ആയിട്ടാണ് വരുന്നത്. 6 സെറ്റായിട്ടാണ് വരുന്നത്. ടീ ലൈറ്റ് ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ. പിന്നെ ഇത് ഡെസ്ക് ഓർഗനൈസറാണ്. 7 പീസിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് കോസ്മെറ്റിക്സ് വെക്കാനും അതുപോലെ തന്നെ വാഷ്റൂമിലും കിച്ചണിലും ഓഫീസിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് 6 പീസിൻ്റെയും 7 പീസിൻ്റെയും 8 പീസിൻ്റെയാണ് വരുന്നത്. ഞാനിപ്പോൾ 7 പീസിൻ്റെയും 8 പീസിൻ്റെയും ഇങ്ങനെ 2 സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ക്യാറ്റ് ബൗൾസ് ആണ് കേട്ടോ. അതായത് ക്യാറ്റിന് ഡോഗിനൊക്കെ നമ്മൾ ഫുഡും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ബൗൾസാണ്. ഇത് വലുതിൽ നമ്മൾ ഫുഡും അതുപോലെ തന്നെ ചെറുതിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും അതുപോലെ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പെറ്റുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ഈ ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തീരുന്നതനുസരിച്ച് അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുള്ളതാണ് കേട്ടോ ആ ബോട്ടിൽ. ഇനിയിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ട്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.